ഉളുപ്പ് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ജാസ്മിനെ നീ ഇന്ന് അവന്റെ കൂടെ പോയിരിക്കില്ലായിരുന്നു, ഇങ്ങനെയൊന്നും കെഞ്ചില്ലായിരുന്നു, സംസാരിക്കില്ലായിരുന്നു. നിനക്കുളുപ്പില്ലെങ്കിലും കണ്ടു നിൽക്കുന്ന ഒരുപാട് പേർക്ക് നീ ഇങ്ങനെ അവന്റെ ബാലിന്മേൽ പോയി ഇരിക്കുന്നത് കാണുമ്പോൾ സ്വയം ലജ്ജ തോന്നുന്നുണ്ട്. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, നിനക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്ക് കുറച്ച് ഉളുപ്പ് വേണം. മനുഷ്യന്മാരായാലും കുറച്ചെങ്കിലും സെൽഫ് റെസ്പെക്റ്റ് നിർബന്ധമാണ് മനുഷ്യന്മാരായാലും. ഇന്ന് രാവിലെ മുതൽ എല്ലാം അടിപൊളിയായിരുന്നു. ഫുഡ് ഉണ്ടാക്കുന്ന ആയാലും അതുപോലെ ഗെയിംസിലായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ജാസ്മിന്റെ പ്രകടനം മികച്ചതായിരുന്നു. എന്നാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയി ഒട്ടക്കിണറ്റിലിടുക എന്ന് പറഞ്ഞതുപോലെ കൊണ്ടുപോയി ഫുഡും എടുത്ത് അവന്റെ അടുത്ത് പോയി അവന്റെ കാല് പിടിച്ച് അവനെ കൊണ്ട് തീറ്റിക്കുന്നൊരവസ്ഥ. അതും കഴിഞ്ഞ് കാല് പിടിച്ച് തീറ്റിച്ചെന്ന് പറയാം. അവന്റെ കാല് പിടിച്ച് അവനെ കൊണ്ട് തീറ്റിച്ച്. എന്താണ് ആവശ്യം ജാസ്മിൻ? എന്താണ് ആവശ്യം നിനക്ക്? നിനക്ക് നിന്റെ നല്ല ഗെയിം കളിച്ചാൽ നിനക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് തന്നെ നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ. എന്നാൽ അവിടെ കയറിയതിന് ശേഷം ആ ഗപ്പി എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ കൂടി നീ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ? എന്താവശ്യമാണുള്ളത്? ഇതിൻ്റെയൊക്കെ എന്താവശ്യമാണുള്ളത്? നിനക്ക് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചാൽ അവിടെ ടോപ്പ് 5-ൽ 1-ാം നിരയിൽ തന്നെ എത്താനുള്ള കാലിബറുള്ള ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. ആ ഗബ്രി എന്ന് പറയുന്ന അവന്റെ കൂടെ കൂടി കളിക്കാൻ തുടങ്ങിയതോടുകൂടെ ജനങ്ങൾ എന്നെയും നിന്റെ കളിയെയും നിന്റെ ഗെയിമിനെയും എടുത്തു തുടങ്ങി. അതാണ് ഇപ്പോൾ ബിഗ് ബോസിൽ കാണുന്നത്. മനുഷ്യന്മാരായാലും കുറച്ചുറപ്പ് വേണം. എത്ര മണിക്കൂർ ഇന്ന് അവന്റെ കൂടെ ബെഡിലിരുന്ന് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്തിനാണ് അതിന്റെ ആവശ്യം? കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അവന്റെ കാല് പിടിക്കുന്നൊരവസ്ഥ. എന്തിനാണ് അത് ആവശ്യം? നിനക്കെന്താ? അഥവാ അവനോട് വല്ല പ്രേമവും ഉണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ പുറത്തിറങ്ങിയതിനു ശേഷം അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ലേ വേണ്ടത്. അല്ലാതെ നീ ഒന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുവെന്ന് കാണുമ്പോൾ അവൻ തുടങ്ങും അവന്റെ അഭിനയം. അത് നിന്നെ ഡൗൺ ആക്കാനാണ്. അത് നീ മനസ്സിലാക്കണം. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇത് കണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തിനാണ് അവന്റെ ബാലിനെ പോയിരിക്കുന്ന ആവശ്യം? എന്താവശ്യമാണ്? നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചാൽ ടോപ്പ് 5-ൽ 1-ാം നിരയിൽ തന്നെ എത്താനുള്ള കാലിബറുള്ള ഒരു മത്സരാർത്ഥിയാണ് നീ. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലുള്ള വിഷമം മാറൂല എന്നറിയാം. എന്നാലും വായി തോന്നിയതൊക്കെ പറയുന്നതാണ്. ഇതൊന്നും പറഞ്ഞാൽ പോരാ. ഈ നോമിനേഷനിൽ നല്ല മത്സരാർത്ഥികൾ ആണുള്ളത് എങ്കിൽ ഈ എവിക്ഷനിൽ തന്നെ പുറത്തു പോകേണ്ട മത്സരാർത്ഥിയാണ് ഗബ്രി. അവന്റെ ബിഹേവിയറും അവന്റെ വായിൽ നിന്ന് വരുന്ന ചെറ്റത്തരവും കൊണ്ട് അവനിക്ക് എന്തായാലും അവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല. പക്ഷെ അതിലും വീക്കായ മത്സരാർത്ഥികൾ ഉള്ളത് കൊണ്ട് മാത്രം അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു.